ശബരിമല വിഷയം ആദ്യമൊക്കെ സഖാക്കന്മാരുടെ തലയിലേക്കാണ് കയറിയിരുന്നതെങ്കിൽ അവസാനം ഇത് എത്താൻ പോകുന്ന എവിടെ ഇരിക്കും? അത് 10ാം നമ്പർ ജനപത് വരെ എത്തുമെന്നാണ് ഞങ്ങൾ കൂട്ടുന്നത്. പോറ്റിയെ കയറ്റിയത് ക്ലിഫ് ഹൗസിൽ കയറ്റിയിട്ടില്ല, പോറ്റിയെ നരേന്ദ്രമോദിയുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല, അമിത്ഷായുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല, രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല. പോറ്റിയെ കയറ്റിയത് 10ാം നമ്പർ ജനപതിലാണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് കയറ്റുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇറ്റാലിയൻ സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ രേഖാമൂലം മറുപടി കിട്ടും. ശരിക്കും കേന്ദ്ര സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നില്ലേ എന്നാണ് എനിക്ക് സംശയം. മറ്റൊന്ന്, പ്രയാർ ഗോപാലകൃഷ്ണൻ ആരാ? ഇത് ചെറിയ ഒരു സംഭവമായിട്ട് കാണരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് വലിയൊരു കൊള്ള നടക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടുത്തുന്നത് കെ സി വേണുഗോപാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. അപ്പോൾ അത് കണക്റ്റഡായിട്ട് ഇങ്ങനെ വരിക. രാജ്ഭായ് നമസ്കാരം. നമസ്കാരം. രാജ്ഭായ്, ശബരിമല വിഷയം ആദ്യമൊക്കെ സഖാക്കന്മാരുടെ തലയിലേക്കാണ് കയറിയിരുന്നതെങ്കിൽ അവസാനം ഇത് എത്താൻ പോകുന്ന എവിടെ ഇരിക്കും? അത് 10ാം നമ്പർ ജനപത് വരെ എത്തുമെന്നാണ് ഞങ്ങൾ കൂട്ടുന്നത്. കാരണം പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞ പാട്ടൊക്കെ ഞാനും ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ പാട്ടിനെ അംഗീകരിക്കുന്നത്, അവരുടെ ആ ക്രാഫ്റ്റിനെ. പക്ഷേ പോറ്റിയെ കയറ്റിയത് ക്ലിഫ് ഹൗസിൽ കയറ്റിയിട്ടില്ല, പോറ്റിയെ നരേന്ദ്രമോദിയുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല, അമിത്ഷായുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല, രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല. പോറ്റിയെ കയറ്റിയത് 10ാം നമ്പർ ജനപതിലാണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് കയറ്റുന്നത്. ആ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. സുബ്രഹ്മണ്യ സ്വാമി 10-20 വർഷം മുമ്പേ സോണിയാഗാന്ധിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു. അവർക്കെതിരെ CBI കേസ് കൊടുത്തായിരുന്നു അതിൻ്റെ പേരിൽ. പക്ഷേ അന്ന് ഇന്റർപോൾ മുഖേനയുള്ള കേസൊക്കെ അന്വേഷണത്തിനകത്തൊക്കെ ചില ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. സുബ്രഹ്മണ്യ സ്വാമി പുള്ളിയുടെ സ്വന്തം ചാനലിനകത്ത് പുള്ളി ഇട്ടേക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിമാർ ഇങ്ങനെ ആന്റിക്കിന്റെ ബിസിനസ് അത് നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സിബിയോട് പറഞ്ഞതുപോലെ നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മളിപ്പോൾ പണ്ട് ഈ വെള്ളിയുടെയും ഓടിൻ്റെയും ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കിണ്ടിയും മൊന്തയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും എടുത്ത് വിറ്റ് പൈസയാക്കി. പിന്നെ ചിലരൊക്കെ സൂക്ഷിച്ച് വെക്കും, അതിനോടുള്ള ക്രൈസ് കൊണ്ടെടുത്ത് വെക്കും. അതേസമയം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഇറ്റാലിയൻസ് ആണെങ്കിലും ബാക്കിയുള്ള രാജ്യക്കാരാണെങ്കിലും ഒക്കെ അവർ ഇപ്പോൾ നമ്മളെ വിൻറ്റേജ് കാറുകൾ അല്ലെങ്കിൽ നമ്മളെ പഴയ യമഹ ബൈക്ക് ഇപ്പോൾ ഭയങ്കര താല്പര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് മോഹവില കൊടുത്തെടുക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാധനങ്ങൾക്കൊക്കെ $100 കോടി ലേലം ചെയ്തെടുക്കുക. ഇങ്ങനത്തെ സാധനങ്ങൾ അവർക്കതൊരു പ്രൗഡാണ്. അതായത് നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ പഴയ ചൂരൽ കസേര നമ്മൾ കളയും, പക്ഷേ ഇവരത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെ അപ്പോൾ ഈ സാധനത്തിനവിടെ ഭയങ്കര മാർക്കറ്റുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റാലിയൻ കറൻസിയുമായിട്ട് ഇന്ന് ഇന്ത്യൻ പൈസയുടെ റേറ്റ് എന്ന് പറയുന്നത് $105.67 ഡോളറിൻ്റെ വില കിടക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ പൈസയ്ക്കാണ് പോവുക. അപ്പോൾ ഇവരുടെ സഹോദരിമാരവിടെ ഷോപ്പ് നടത്തുന്നുണ്ട്. ആ ഷോപ്പ് 2 ഷോപ്പ് നടത്തുന്നുണ്ട്. ആ 2 ഷോപ്പിൻ്റെയും സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അവരുടെ പേര് എഡ്വിജ് അന്റോണിയ ആൽബിന മെയ്നോ. 2 ഷോപ്പാണ് അവരോട് നടത്തുന്നത്. ആ 2 ഷോപ്പിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് 2014 മാർച്ച് മാസം 17-ാം തീയതി രമണീസ് ബ്ലോഗിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്തുള്ള അവിടെയുള്ള ഒരു ഇതിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഫോട്ടോയ്ക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള സാധനമാണ്, പഞ്ചലോഹം കൊണ്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം 2014 ഇത് 2025 11 വർഷം മുമ്പാണ്. മാത്രമല്ല ഇതിതുമായി ബന്ധപ്പെട്ട് ടെലിഗ്രാഫ് പത്രത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് കിടപ്പുണ്ട് കേട്ടോ, കാരണം ഡിഫാമേഷൻ പോലും കൊടുത്തിട്ടില്ല. ഇത് 2003 അപ്പോൾ ഇത് 22 വർഷം മുമ്പ്. ടെലിഗ്രാഫ് പത്രം അതിൻ്റെ ഓൺലൈനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ദ CBI ഈസ് അവൈറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റലി on the ownership rights to antique shops in Rivolta and Obrasano, allegedly owned by Congress President Sonia Gandhi's family. പക്ഷേ ഇത് പിന്നീട് ഈ കേസ് വല്ലാതെ മുന്നോട്ട് പോയിട്ട് ഫോളോ അപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇതിനകത്ത് ഇപ്പോൾ വരുന്നൊരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് ഓൺലൈൻ പത്രം കാണിച്ചു, ഒന്ന് വ്ളോഗ് കാണിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് സുബ്രഹ്മണ്യ സ്വാമി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ദുരാരോപണം ഉന്നയിച്ചതാണെങ്കിൽ അന്താരാഷ്ട്ര കേസിൽ ഫയൽ ചെയ്യാം. അപ്പം ഈ ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ. അപ്പം സംതിങ് റോങ് എന്ന് പറയാം അവിടെ. ഇപ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പോറ്റി ഈ ചിത്രത്തിൽ വരുന്നു, ഡി മണി വരുന്നു, പിന്നെ ഇവരൊക്കെ തമ്മിലുള്ള ഇപ്പം അടൂർ പ്രകാശിൻ്റെ ബന്ധുവാണല്ലോ ബിജു രമേശ്. ഇവർ 2 പേരും മക്കളെ തമ്മിലെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശ് ആലോചിക്കേണ്ടത് 2016 ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ബാർക്കോഴ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ കൊണ്ടുവരുന്നത് ബിജു രമേശാണ്. അപ്പോൾ അടൂർ പ്രകാശ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ, KM മാണി, ഉമ്മൻചാണ്ടി, ഇവർക്കെല്ലാം എതിരെയാണല്ലോ ബാർക്കോഴ കേസ് വന്നത്. അപ്പോൾ ആ ബാർക്കോഴ കേസ് ആദ്യമായിട്ട് റൈസ് ചെയ്യുന്നത് ബിജു രമേശാണ്. ബിജു രമേശും അടൂർ പ്രകാശും വളരെ അടുത്ത ബന്ധുക്കളാണ്. അടൂർ പ്രകാശിനോട് കൺസൾട്ട് ചെയ്യാതെ ബിജു രമേശ് അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയുമോ? ഇല്ല. കാരണം അവരെ മക്കൾ തമ്മിൽ കല്യാണം കഴിച്ച് നിൽക്കുക.
ഒരു കുടുംബത്തിനകത്ത് അവർ തമ്മിൽ ആലോചിക്കാതെ ഒന്ന് ഫോൺ ചെയ്തിട്ടെങ്കിലും ചോദിക്കാതെ അടൂർ പ്രകാശിൻ്റെ അനുമതി ഇല്ലാതെ പറയത്തില്ല. അങ്ങനൊന്ന്. ഡി മണി ഇവരുടെ ആ മക്കളെ കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അത് ശരിയാണോ ഇല്ല എന്നുള്ളത് ബാക്കിയുള്ളവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇപ്പോൾ സിബി, ഇപ്പം നമ്മളൊക്കെ നോർമലി ഇപ്പം നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കണ്ടു, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരനെ കണ്ടു, ഞാൻ പോയിട്ടൊരു ഫോട്ടോ എടുത്തെന്നും കണ്ട് പുള്ളിക്ക് എന്നെ പരിചയമൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടെന്നും പറഞ്ഞ് ഞാൻ നാളെ എന്തെങ്കിലും പിന്നെ വല്ല വൃത്തികെട്ട കേസിലും പോയിട്ട് പെടുമ്പം രാജൻ ജോസഫ് പോയിട്ട് എന്തുകൊണ്ടെന്നും പറഞ്ഞിട്ട് ആരോപണം ഉയർത്തിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും എടുക്കും. പക്ഷേ 10ാം നമ്പർ ജനപത് പോലെ ഉള്ള അത്ര ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത്, പൊതുവെ ആളുകൾക്ക് ആക്സസ് കിട്ടാത്തൊരു സ്ഥലത്ത് ഇവരെല്ലാം കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ, ഈ പോറ്റി ഉൾപ്പെടെയുള്ളവരൊക്കെ പോകുന്നു എന്ന് പറയുമ്പം അതിനെ ഇത് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഇറ്റലിയിൽ അവർക്ക് അങ്ങനെ ഒരു കടയുണ്ടോ, 2 കടകളുണ്ടോ, അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണ്, അവിടെ എന്ത് ബിസിനസ്സാണ് നടക്കുന്നത്, അവിടെ പിന്നെ പല ആൾക്കാരും ആരോപണം ഉന്നയിക്കുന്നു അവിടെ ഗണപതിയുടെ വിഗ്രഹം വരെ ഉണ്ട്, പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് എന്നും. കാരണം അവിടെ ഇറ്റലിയിൽ പോയിട്ടുള്ള ആൾക്കാർ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം വരുമ്പം സോണിയാഗാന്ധി അതിനകത്ത് കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തണമല്ലോ. ഇത്രയും വർഷമായിട്ട് കയറി കിടക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ മിണ്ടാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം 2, ബിജു രമേശ് ഇടക്കാലത്ത് AIDMK നേതാവൊക്കെ ആയിരുന്നു, ഒന്ന് മത്സരിക്കുകയും ചെയ്തായിരുന്നു. AIDMK ഒക്കെ ഉണ്ടാക്കിയ സംസ്ഥാന സാരിയൊക്കെ വാടി മേടിച്ചു കൊടുത്ത തിരുവനന്തപുരത്ത് വലിയ പ്രകടനം. അതെ. അപ്പോൾ ബിജു രമേശ് അതെ. അപ്പോൾ ബിജു രമേശ് അന്ന് അങ്ങനെ മത്സരിക്കുമ്പം AIDMK ആയിട്ട് നല്ല ബന്ധമുണ്ട്, ഡി മണിക്കും AIDMK ആയിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ബിജു രമേശ് അതിൽ നിന്ന് വിട്ടുപോരുന്നതിൻ്റെ കാരണം ഈ പിന്നെ EPS OPS എന്നൊക്കെ പറഞ്ഞ അരപ്പാളി എല്ലാം കൂടെ നടന്ന് തമ്മി തല്ലി പിരിഞ്ഞപ്പോഴാണ് ബിജു രമേശ് വിടുന്നത്. അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങൾ. ബിജു രമേശിൻ്റെ പിതാവ് നാട്ടുപ്രമാണിയായിരുന്നു. പുള്ളി ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തുകാർ പറയുന്നൊരു കഥയുണ്ട്. ഈ ആനന്ദപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവിടുത്തെ കുളം ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ കരാറെടുത്തത് പുള്ളിയായിരുന്നു അത്രേ. പക്ഷേ ഇത് രാത്രിയിലാണ് നടത്തിയത്. ഈ കുളത്തിലൊക്കെ പഴയ കാലത്ത് ചിലപ്പം സാധനങ്ങൾ പലതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഈ രാജാക്കന്മാരുടെ കാലത്തൊക്കെ വെച്ചതുണ്ടാവും. അപ്പോൾ ഇത് രാത്രിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, ക്ലീനിങ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വഴികളുണ്ട് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ഓണർഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇറ്റാലിയൻ സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ രേഖാമൂലം മറുപടി കിട്ടും. ശരിക്കും കേന്ദ്ര സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നില്ലേ എന്നാണ് എനിക്ക് സംശയം. മറ്റൊന്ന്, പ്രയാർ ഗോപാലകൃഷ്ണൻ ആരാ? പ്രയാർ ഗോപാലകൃഷ്ണൻ ഇവിടെ പിന്നെ ഇതിൻ്റെ ബിൽമയുടെ നേതാവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി എന്നുള്ള ആൾക്ക് രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പദവിയിൽ അന്നിരിക്കുന്നത്. മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രിയെങ്കിലും UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയാണ്. വിദേശ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുമ്പോഴും സോണിയാഗാന്ധിയായിട്ടാണ് ചർച്ച ആദ്യം. എന്നിട്ടാണ് മൻമോഹൻ സിംഗിനെ ഇത് പിന്നെ എൻ്റെ റബ്ബർ സ്റ്റാമ്പാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഡിപ്ലോമാറ്റുകളുമായിട്ടുള്ള സംസാരത്തിനകത്ത് സോണിയാഗാന്ധിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് 10ാം നമ്പർ ജനപദത്തിൽ ഇവർക്കൊക്കെ കൂടെ ഇങ്ങനെ ടൂർ പോകുന്ന പോലെ പോയി ടാക്സസ് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു മെസ്സേജ് അല്ല തരുന്നതെന്നുള്ള അഭിപ്രായം എനിക്കുള്ള ഇതിനകത്ത്. കാരണം ഇതിനകത്ത് വളരെ രൂക്ഷമായിട്ടുള്ള ചില ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിപ്പോൾ ഡി മണിക്ക് എന്ത് പങ്കുണ്ട്? ബിജു രമേശിനെ പിന്നെ നമ്മൾ ഇതിലേക്ക് കൂട്ടണ്ട. പുള്ളി ബിസിനസ്സുകാരനാണ്, പുള്ളിയുടെ ബിസിനസ്സുമായിട്ട് പോയിക്കോട്ടെ. അടൂർ പ്രകാശ് ഒരു രാഷ്ട്രീയ നേതാവാണ്, മന്ത്രിയായിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഉണ്ടാകുന്ന ബന്ധം ഇവരെ അവിടേക്ക് എത്തിക്കുമ്പം, ഈ പൂറ്റിയൊക്കെ കൊണ്ട് അവിടെ ചെല്ലുമ്പം അത്രയും ആക്സസ് കിട്ടുക എന്ന് പറയുന്നതിനകത്തൊരു പിന്നെ ചെറിയ പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ഇത് ചെറിയ ഒരു സംഭവമായിട്ട് കാണരുത്. ശബരിമലയിലെ വിഷയം ഇന്ത്യ രാജ്യത്തിനകത്ത് നമ്മളിവിടെയുള്ള അമ്പലങ്ങൾ കുറവ്. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ ഗുരുവായൂരും ഇതൊക്കെ ശബരിമലയുള്ളൂ. അതേസമയം ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ തമിഴ്നാട്ടിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാലും ആന്ധ്രയിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാലും മുക്കിന് അമ്പലങ്ങളാണ് വലിയ. തിരുപ്പതി പോലെയുള്ള ഏറ്റവും വലിയ വരുമാനം കിട്ടുന്ന അമ്പലങ്ങൾ. ഈ അമ്പലങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം, അമ്പലത്തിനകത്ത് ഇപ്പം ക്രിസ്ത്യൻ പള്ളിക്കകത്താണെങ്കിലും മുസ്ലിം പള്ളിക്കകത്താണെങ്കിലും അവിടെ ഒരു മസ്ജിദിനും കമ്മിറ്റി ഉണ്ടാവും, ചർച്ചിനും കമ്മിറ്റിയൊക്കെ ഉണ്ടാവും, കൈക്കാരനുണ്ടാവും, എല്ലാത്തിനും ഒരു തട്ടിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതിനകത്ത് എന്നാലും പൊതുവെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. മറ്റേടത്ത് അങ്ങനെയല്ല. ശ്രീകോവിലിനകത്തോട്ട് സാധാരണക്കാരന് പ്രവേശനം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഇത് കാരണം രാജ്യത്ത് ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കാമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എത്ര നടക്കും എന്നുള്ളതാണ്. എന്തെല്ലാം സാധനങ്ങൾ ഇവിടുന്ന് പോയി കാണും. കോടിക്കണക്കിന് പൈസ ഇവർ സംഭാവന ചെയ്യുന്നത് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് വലിയൊരു കൊള്ള നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവും. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമൊക്കെ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടാവുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. പണ്ട് പിന്നെ രാജാവ് ഞങ്ങളുടെ മുതലെന്ന് പറഞ്ഞപ്പം പിന്നെ രാജാവും രാജ്ഞിയൊക്കെ പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതില്ലെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ അവർ ഉണ്ടാതായി. ഇവിടെയൊക്കെ ഒരു കാലത്ത് നന്നായിട്ട് തട്ടിപ്പ് നടന്നതാണ്. ഇപ്പം നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം ശബരിമലയിൽ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലോട്ടങ്ങ് അന്വേഷിച്ച് ആ രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. പോകാമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ ഒരാൾ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല അത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തല 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടുത്തുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയും
സോണിയാഗാന്ധിയും. അപ്പോൾ അത് കണക്റ്റഡായിട്ട് ഇങ്ങനെ വരിക. കിട്ടിയ അവസരത്തിൽ രമേശ് ചെന്നിത്തല തിരിച്ചൊരു പണി കൊടുത്തു. അതിനാണ് പുള്ളി CBI അന്വേഷണം ആവശ്യപ്പെട്ടേക്കുന്നത്. പുള്ളി CBI അന്വേഷണം ആവശ്യപ്പെട്ടാൽ ആരൊക്കെ കൊടുക്കുന്നവർ കുടുങ്ങിക്കൊട്ടെ, കാരണം പുള്ളി കൊടുക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി അത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെയൊക്കെ വാല്യൂ വളരെ വലുതാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഞാനീ പറഞ്ഞ ഇവരുടെ ഈ കണക്ഷൻസ്, ഈ AIDMK ബന്ധം, തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി മണിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ ആക്സസ് കിട്ടുന്നു, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ടൂർ പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് വരുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ ഊഹിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇവരുടെ ഈ കേസ് കൊടുത്തിട്ട് ഒരു ഡിഫോമേഷൻ കൊടുത്തിട്ടില്ല. ഒരു മഹാരാഷ്ട്ര കേസിന് വക്കീൽ നോട്ടീസ് അയച്ചാൽ പോരെ, അതുപോലും ചെയ്തിട്ടില്ല. സുബ്രഹ്മണ്യ സ്വാമി ഇത് പലവട്ടം ആവർത്തിച്ച് 2003 തുടങ്ങിയിട്ട് 2014 വരെ പ്രസംഗിച്ചതാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പോൾ ഇത്രയും വർഷമായിട്ടും 2003 തുടങ്ങിയിട്ട് ഇപ്പോൾ ആകുമ്പോൾ എത്രയായി? ഇപ്പോൾ 22 വർഷമായി. ഈ 22 വർഷമായിട്ടും സുബ്രഹ്മണ്യ സ്വാമി പിന്നെ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് അത് ഇവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇതുവരെ സോണിയാഗാന്ധി ഇതിനകത്ത് മൗനം പാലിക്കുന്നത്, എനിക്കങ്ങനെ ഒരു ഷോപ്പില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം ഇല്ല എന്ന് പറയാതിരിക്കുന്നത്, പരസ്യമായിട്ട് പ്രസ്ഥാന സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കാത്തത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല വക്കീലന്മാരുണ്ടല്ലോ. അന്ന് കപിൽ സിബലൊക്കെ അവരുടെ കൂടെയുള്ള സമയം അത്രയും വലിയ വക്കീലന്മാരുണ്ട്. അപ്പം ഇതിനകത്ത് സംഭവം അന്വേഷിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് നടത്തേണ്ടത്. SITക്കൊന്നും ഒക്കെ പരിമിതിയുണ്ട് അതിൻ്റെ. ഇതിന് സംവിധാനങ്ങൾ അതിനായിട്ടൊരു പ്രത്യേക കമ്മീഷനെ, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൂടെ വെക്കണം. എന്നിട്ട് എൻക്വയറി നടക്കണം രാജ്യത്തുള്ള മുഴുവൻ അമ്പലങ്ങളുടേതും. കാരണം അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വിശ്വാസികൾ കൊടുക്കുന്നതാണല്ലോ. തീർച്ചയായിട്ടും അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കുക എന്നല്ലാതെ ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും പരിഹാരം കാണുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത് സർക്കാർ നോക്കുമ്പോൾ സർക്കാരിന് കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ട്. സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ ഈ വിശ്വാസികളുടെ സംഭാവന ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടത്. ഇത് രാജ്യത്ത് മുഴുവൻ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമായിരിക്കും ഇത്. കാരണം ഇന്ത്യക്കകത്തെ ഞാനീ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലും ബാക്കിയുള്ളിടത്തോളം ഒക്കെ നോർത്ത് ഈസ്റ്റിലേ ഉള്ളൂ പിന്നെ അമ്പലങ്ങളൊക്കെ കുറച്ച് കുറവുള്ളത്. ബാക്കിയുള്ള നമ്മളെ കൗ ബെൽറ്റിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഈ ഭക്തി മുക്ത് ഭ്രാന്തായിട്ട് അവൻ്റെ അധ്വാനം മുഴുവൻ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ശരിക്കും അതായതെങ്കിലും പാവങ്ങൾ കൊടുത്താൽ മതി, എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട്. ഇത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് ഇതിങ്ങനെ അട്ടി വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ അതിനകത്തൊരു കുഴപ്പമുണ്ട്. പക്ഷേ അവരുടെ ഒരു നേർച്ച എന്നുള്ള രീതിയിലാണ് അവർ കൊടുക്കുന്നത്. ആ നേർച്ച കൊടുക്കുമ്പം അത് ഇങ്ങനെ വഴിതിരിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് അന്വേഷണം ശരിക്കും പോയി കഴിഞ്ഞാൽ കേന്ദ്രം എന്തുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇടപെടാതെ നിൽക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള പാർട്ടിയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഹൈന്ദവ ദേശീയത സംസാരിക്കുന്നവരാ. RSSനും BJPക്കും എന്താണ് ഇതിന് താല്പര്യക്കുറവ്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്തിട്ടുള്ള ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് എന്താണ് തടസ്സം എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട. ഇവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത്.